വെളിച്ചം നിഷേധിച്ച UDF നാറത്ത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വെളിച്ചം ഒരു പഞ്ചായത്തിൻ്റെ ഭരണ ചുമതലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏത് ഏജൻസി ആയാലും ഒരു പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ച് ആ പഞ്ചായത്ത് ഭരണത്തിൻ്റെ കീഴിലിരിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും വെളിച്ചം എത്തിച്ചു കൊടുക്കുക എന്നതാണ് കാലാകാലമായി എല്ലാ ഭരണസമിതിയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും ആദ്യത്തെ നടപടിയുടെ ഭാഗമാണ് വെളിച്ചം എത്തിക്കുക എന്നുള്ളത്. അതോടൊപ്പം വഴി സുഗമമായി യാത്ര ചെയ്യാനുള്ള സൗകര്യമൊരുക്കുക എന്നതുമാണ് പ്രാഥമികമായ പഞ്ചായത്തിൻ്റെ ചുമതലയിൽപ്പെടുന്നത്. ആ ചുമതലാ നിർവഹണത്തിൻ്റെ ഭാഗമായി ഇതുവരെയും നാറാത്ത് പഞ്ചായത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ UDFൻ്റെ MP ആയാലും UDFൻ്റെ MLA ആയാലും അവരൊക്കെ അനുവദിക്കുന്ന ഹൈമാസ് ലൈറ്റും മിനിമാസ് ലൈറ്റും എല്ലാം ഈ പഞ്ചായത്തിൽ നേരത്തെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രസിഡന്റുമാരാണ് നാറാത്ത് ഗ്രാമപഞ്ചായത്തിലുണ്ടായത്. KV മേമിയും K ശ്യാമളിയും അതുപോലെ തന്നെ K രമേശനും ഉൾപ്പെടെയുള്ള ഭരണസമിതിയുടെ ഭാഗമായി ഈ പറയുന്ന ലൈറ്റെല്ലാം ഈ പഞ്ചായത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തികച്ചും രാഷ്ട്രീയ വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി KV സുമേഷ് MLA അനുവദിക്കപ്പെട്ട 12 ഹൈമാസ് ലൈറ്റ് മിനിമാസ് ലൈറ്റും ഈ പഞ്ചായത്തിൽ സ്ഥാപിക്കേണ്ടതില്ല എന്ന ധിക്കാരപരമായ നിലപാടാണ് നാറാത്ത് ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കുന്നത്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാനാവുന്നതല്ല എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ടെൻഡർ പാസ്സായ ഹൈമാസ് ലൈറ്റുകൾ പഞ്ചായത്തിന് ഏതൊക്കെ ഭാഗങ്ങളിലാണ്? ഒന്ന് കാക്കത്തുരുത്തി റോഡിൽ വെക്കാനാണ് തീരുമാനിച്ചത്. ഒന്ന് കമ്പിൽ ടൗണിലല്ല കമ്പിൽ തെരുവിലാണ്. മൂന്നാമത്തേത് മുച്ചലോട്ട് കാവിന് സമീപമാണ്. മാലോട്ട് ഒന്ന് വെക്കാൻ ആലോചിച്ചിട്ടുണ്ട്. മാതോടത്തുണ്ട്. അതുപോലെ തന്നെ പുല്ലൂപ്പിക്കടവിലുണ്ട്. പുല്ലൂപ്പി ടൂറിസം കേന്ദ്രത്തിലുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന ആവശ്യമായി വെളിച്ചം കിട്ടേണ്ടുന്ന പ്രദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലൈറ്റ് സ്ഥാപിക്കാൻ MLAയുടെ നേതൃത്വത്തിൽ തീരുമാനമെടുത്തത്. ഈ വിഷയത്തിൽ LDFൻ്റെ തുടർ നടപടി എന്താണ്? ഈ നടപടി MLA അനുവദിക്കപ്പെട്ട ലൈറ്റ് പഞ്ചായത്തിനകത്ത് ജനങ്ങൾക്ക് വെളിച്ചം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ തീർത്തും ഇതിനെതിരായിട്ടുള്ള ശക്തമായ സമരം നടത്താനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാറാത്ത് ഗ്രാമപഞ്ചായത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇന്ന് നടത്തിയതുപോലുള്ള സൂചനാ സമരമല്ല, അതിശക്തമായിട്ടുള്ള സമരം ഭൂജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായി നടത്താൻ നിർബന്ധിക്കപ്പെടും. അവർക്ക് ഭരണം നടത്തി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം പോലും ഇല്ലാത്ത രീതിയിലേക്ക് ഇവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധം ഉയർന്നു വരും എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പറയാനുള്ളത്. ഭരണസമിതി ഇപ്പോൾ ഇതിന് തയ്യാറാണോ? ഭരണസമിതി അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. നേരത്തെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഉള്ള സമയത്താണ് KV സുമേഷ് MLA ഈ ലൈറ്റ് അനുവദിച്ചത്. അന്ന് ഏകദേശം സ്ഥലങ്ങളെല്ലാം തീരുമാനിക്കപ്പെടുകയും തുടർ നടപടിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തപ്പോഴാണ് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നത്. അവർ അനുമതി കൊടുക്കുന്നതിന് പകരം ഭരണസമിതി യോഗത്തിൽ ആ അജണ്ട മാറ്റി വെക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും അത് കൊടുക്കേണ്ടതില്ല, അതിൻ്റെ കാശ് വലിയതാണ് എന്ന രീതിയിൽ നിഷേധാത്മക നിലപാട് സ്വീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ. MLA ഫണ്ടിലാക്കിയ പഞ്ചായത്ത് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാറാത്ത് പഞ്ചായത്ത് കമ്മിറ്റി ഇന്ന് നാറാത്ത് പഞ്ചായത്ത് ഓഫീസിലേക്ക് ഒരു മാസം ധർണയും നടത്തിയിരിക്കുകയാണ്. MLA അനുവദിച്ച 12 ഹൈമാസ് ലൈറ്റുകൾ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ ഭരണസമിതി അംഗീകരിച്ചാണ്. ഈ ഭരണസമിതി അത് അംഗീകരിക്കില്ല നിലപാടാണ് സ്വീകരിക്കുന്നത്. പുല്ലൂപ്പിക്കടവിൽ സ്ഥാപിക്കാൻ തുടങ്ങിയപ്പോൾ, ടൂറിസം പദ്ധതിക്ക് സമീപം സ്ഥാപിക്കാൻ തുടങ്ങിയപ്പോൾ ലീഗിൻ്റെ മെമ്പറും മുസ്ലിം ലീഗുകാർ അത് തടയുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ഥാപിക്കാൻ കഴിയാതെ തന്നെയാണ്. നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഭരണമുള്ള കാലത്ത് KM ഷാജിയുടെയും സുധാകരൻ്റെയും ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്നു. അന്നൊന്നും നമ്മൾ അത് വികസനത്തിൽ തടസ്സമൊന്നുമില്ല. നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് വെളിച്ചം കിട്ടട്ടെ എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യം സ്വീകരിക്കുന്നത്. UDF ആകട്ടെ അങ്ങനെ ഒരു സമീപനമല്ല സ്വീകരിക്കുന്നത്. വെളിച്ചം MLAയുടേത് വേണ്ട എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പഞ്ചായത്ത് അധികൃതർ പറയുന്നത് MLAയുടേത് അനുവദിക്കാൻ കഴിയില്ല എന്നാണ്. നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നത് MLA ആരായാലും പഞ്ചായത്ത് ആരായാലും നാട്ടിൻ്റെ കത്ത് വികസനത്തിൽ MLAയുടെയും പഞ്ചായത്തിൻ്റെയും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വികസനം പോകുന്നത് തടയാൻ പാടില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. UDF ആകട്ടെ ഇതിനെല്ലാം തടസ്സപ്പെടുന്ന ഏകപക്ഷീയമായ രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ ഭരണം ഒരു പിൻസി ഡ്രൈവിംഗ് പോലെ ലീഗ് ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മെമ്പർമാരെ പോലും ഭരണസമിതിക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല നിലപാടാണ് സ്വീകരിക്കുന്നത്.